കെ.പി.സി.സി പുനഃസംഘടന വൈകുന്നതിൽ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. സമ്പൂർണ്ണ പുനഃസംഘടന വേണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ യോഗത്തിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പുനഃസംഘടനയിൽ ആദ്യം വിമർശനം ഉന്നയിച്ചത് കൊടിക്കുന്നിൽ സുരേഷാണ്. ചർച്ചയുമില്ല, അഭിപ്രായം ചോദിക്കലുമില്ലെന്നും നേതാക്കൾ യോഗത്തിൽ പരസ്പരം കുറ്റപ്പെടുത്തുകയാണ്. യു.ഡി.എഫ് നേതൃയോഗം ഇന്നലെ രാത്രി പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിൽ ചേർന്നിരുന്നു. മാസങ്ങളോളം മാരത്തോൺ ചർച്ചകൾ നടത്തിയിട്ടും ദില്ലിയിൽ ഹൈക്കമാൻഡ് പ്രതിനിധികളെ കാണാൻ നേതാക്കൾ 2 തവണ പോയിട്ടും കെ.പി.സി.സി പുനഃസംഘടന പൂർത്തിയാക്കാനായില്ല. ദില്ലിയിൽ നിന്ന് തിരിച്ചെത്തിയ നേതാക്കൾ തമ്മിലുള്ള ചർച്ചകളും ചിലരുടെ കടുംപിടുത്തവും കാരണം വഴിമുട്ടി. അതായത് ടി.സി.സി അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ കടുംപിടുത്തം പുനഃസംഘടനാ നടപടികളെ പ്രതിസന്ധിയിലാക്കിയെന്ന പരോക്ഷ വിമർശനമാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ നേതാക്കൾ ഉന്നയിച്ചത്. പുനഃസംഘടനാ വിഷയത്തിൽ ആദ്യം വിമർശനം ഉന്നയിച്ചത് കൊടിക്കുന്നിൽ സുരേഷ് എം.പിയാണ്. ഇതിനു പിന്നാലെ വി.ഡി. സതീശനെ ലക്ഷ്യമിട്ട് പി.ജെ. കുര്യനും ആന്റോ ആന്റണിയും കെ. മുരളീധരനും ഷാനിമോൾ ഉസ്മാനും രംഗത്തെത്തി. ചില നേതാക്കളുടെ കടുംപിടുത്തം കാരണമാണ് സമ്പൂർണ്ണ പുനഃസംഘടന മുടങ്ങിയതെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ നിയമിക്കാൻ പറ്റാത്ത പാർട്ടിയാണോ ഇതെന്ന് കെ. മുരളീധരൻ ചോദിച്ചു. പാലോട് രവിയെ വീണ്ടും ഡി.സി.സി അധ്യക്ഷനാക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷും യോഗത്തിൽ ആവശ്യപ്പെട്ടു. എന്നാൽ കെ.പി.സി.സി ജനറൽ സെക്രട്ടറിമാരുടെ നിയമനം ഉടൻ ഉണ്ടാകുമെന്നും ഭാഗിക പട്ടിക ഉടൻ പ്രഖ്യാപിക്കുമെന്നും കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ് യോഗത്തിന് മറുപടി നൽകി. പക്ഷേ സമ്പൂർണ്ണ പുനഃസംഘടന വേണമെന്ന ഉറച്ച നിലപാടിലാണ് ഗ്രൂപ്പുകൾക്ക് അതീതമായി മുതിർന്ന നേതാക്കളെല്ലാം. പ്രവർത്തന മികവില്ലാത്ത ഡി.സി.സി പ്രസിഡന്റുമാരെ മാറ്റിയേ മതിയാകുമെന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവെന്നാണ് വിവരം. കെ.പി.സി.സി സെക്രട്ടറിമാരെ നിയമിക്കാത്തതിനെതിരെ യുവ നേതാക്കളടക്കം എ.ഐ.സി.സിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ഡി.സി.സി തലപ്പത്ത് ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നവർ എത്തിയാലേ തെരഞ്ഞെടുപ്പുകളിൽ രക്ഷയുള്ളൂവെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, എറണാകുളം എന്നിവിടങ്ങളിൽ നിലവിലുള്ളവരെ നിലനിർത്താം. പുതിയ പ്രസിഡന്റുമാരായതിനാൽ തൃശൂരിലും വയനാട്ടിലും മാറ്റം വേണ്ട. ബാക്കി 8 മാറ്റം വേണമെന്നാണ് ആവശ്യം. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ആഴ്ചകൾ മാത്രം ബാക്കിയിരിക്കെ വേണ്ടെന്നാണ് മറുപക്ഷം പറയുന്ന കാര്യം. കെ.പി.സി.സി സെക്രട്ടറിമാരെ നിയോഗിക്കണമെന്നും നേതൃതലത്തിൽ തന്നെ ശക്തമായ ആവശ്യമുയരുന്നുണ്ട്. അതേസമയം കെ.പി.സി.സി സെക്രട്ടറിമാരെ നിയമിക്കാതിരുന്നത് യുവജന നേതാക്കളെ ഉൾപ്പെടെ പാർട്ടിയിലെ ഒരു വിഭാഗത്തെ അതൃപ്തരാക്കിയിരിക്കുകയാണ്. 80ഓളം കെ.പി.സി.സി സെക്രട്ടറിമാരെ നിയമിച്ച് ഓരോ നിയോജക മണ്ഡലത്തിലും ചുമതല നൽകണമെന്നായിരുന്നു ആദ്യ ആലോചന. യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായിരുന്നവരും ചുമതലകൾ നഷ്ടപ്പെട്ട മറ്റനേകം നേതാക്കളും ഈ നിയമനങ്ങളിൽ പ്രതീക്ഷയിലായിരുന്നു. നേതൃത്വം ഉറപ്പുകൾ നൽകിയിട്ടും പട്ടിക മാറ്റിവെച്ചതോടെയാണ് നേതാക്കൾ പാർട്ടി അധ്യക്ഷനെയും രാഹുൽ ഗാന്ധിയെയും നേരിട്ട് സമീപിച്ചത്. പലരും എഴുത്തുപരാതി നൽകി എ.ഐ.സി.സിയുടെ ഇടപെടൽ ആവശ്യപ്പെടുകയും ചെയ്തു. പുനഃസംഘടനാ വിഷയം കെ.പി.സി.സി രാഷ്ട്രീയകാര്യ സമിതിയിൽ പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുമെന്നാണ് വിവരം. സെക്രട്ടറിമാരെയും ഡി.സി.സി തലങ്ങളെയും ഉൾപ്പെടുത്തി സമഗ്രമായ പുനഃസംഘടന വേണമെന്ന ആവശ്യം ഉയരാനാണ് സാധ്യത. അതോടൊപ്പം സ്വർണ്ണപ്പാളി കാണാതായ സംഭവത്തെ തുടർന്നുള്ള സമര പരിപാടികളെയും ആ യോഗത്തിൽ തീരുമാനിക്കുമെന്നാണ് സൂചന. പുനഃസംഘടനാ നീക്കത്തിൽ നേതൃത്വം സ്വീകരിച്ച ഈ ഭാഗികമായ സമീപനം പാർട്ടിയിലുടനീളം ശക്തമായ പ്രതികരണങ്ങൾക്ക് കാരണമായിരിക്കുകയാണ്.